നമ്മുടെ ക്രിസ്മസ് സീരീസിലുള്ള മറ്റൊരു കേക്കാണ് കേട്ടോ. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ക്രിസ്ത്യപ്പള്ളിയിലെ വേദവാടം കുട്ടികളുടെ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി ഓർഡർ ചെയ്ത കേക്കാണ് കേട്ടത്. അവിടെ ഫാദറിന് അധികം മധുരവും വേണ്ട അധികം ക്രീമും വേണ്ട പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. വാനില കേക്കായിരുന്നു ഫ്ലേവർ. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ പയ്യനുണ്ട് കേട്ടോ, ഉണ്ണിന്ന പേര്. അവൻ എനിക്കിപ്പോൾ സ്ഥിരമായിട്ട് പള്ളിയിലേക്കുള്ള കേക്കിന്റെ ഓർഡർ ഒക്കെ പിടിച്ചിടാറ്. ഇവൻ തന്നെ എനിക്കിപ്പോൾ ഏകദേശം 10ഓളം കേക്കിന്റെ ഓർഡർ വന്നിട്ടുണ്ട്. 1 കിലോന്റെ കേക്ക് പറഞ്ഞെങ്കിലും എന്റെ ഉദാര മനസ്കത കൊണ്ട് ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ 1.5 കിലോ ആയിട്ടുണ്ട്. ഇതിന് എന്താ അത്രമാത്രം ലാഭം, കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സ് യൂസ് ആക്കി കൂടെ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ അതിൽ ലാഭം നോക്കാറില്ല കേട്ടോ. ലാഭത്തെക്കാളേറെ ഞാൻ കസ്റ്റമേഴ്സിന് എപ്പോഴും ബെസ്റ്റ് കിട്ടുന്നത് മാത്രമേ കരുതാറുള്ളൂ. ഇതിന് വലിയ ലാഭം ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ കേക്ക് ഉണ്ടാക്കുന്നത്, നിർത്തിക്കൂടെ ചോദിച്ച് അമ്മ ഇടയ്ക്ക് വഴക്ക് പറയാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് കേക്ക് ബേക്കിംഗ് അത്ര ഇഷ്ടമുള്ള പരിപാടിയായിട്ട് നിർത്താത്തോട്ട് ഞാൻ എൻ്റെ ടെൻഷനൊക്കെ മാറ്റി വെച്ച് ഞാൻ അത്രയും ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ഒരേ പരിപാടിയായിട്ട് ഈ കേക്ക് ബേക്കിംഗ്. ഈ കേക്കും ഉണ്ണിയെന്നെ തന്ന കേക്ക് ഓർഡർ ആണ് കേട്ടോ. ഇത് സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു. പക്ഷേ ഈ ലെയർ ചെയ്യുമ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് നിങ്ങളോട് നോക്കിയിട്ട് പറയാട്ടോ. കാര്യം മനസ്സിലായ കമന്റ് ഇടണേ. ഇതൊരു ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. ബർത്ത്ഡേ ഗേളിന്റെ ഫോട്ടോ ഡബിൾ പ്രിന്റ് ആയിട്ട് കേക്കിന്റെ മുകളിൽ വെക്കാനായിരുന്നു ഇതും. അങ്ങനെ ഫോട്ടോ പ്രിന്റ് വെച്ച് ചെയ്യുന്ന രണ്ടാമത്തെ കേക്കാണ് കേട്ടോ. അങ്ങനെ ഈ കേക്കിന്റെ കോട്ടിങ് മൊത്തം കഴിഞ്ഞ് വെച്ചപ്പോഴാണ് ക്രിസ്മസ് കേക്കിൽ എന്ത് ഡിസൈൻ ചെയ്യുന്നത് വീണ്ടും കൺഫ്യൂഷൻ ആയി. കഴിഞ്ഞ കേക്കിന്റെ അവസ്ഥ തന്നെ അറിയാലോ. ഇത് സ്ക്വയർ കേക്കും കൂടി ആയപ്പോൾ എൻ്റെ ടെൻഷൻ ഇരട്ടിയായിട്ടോ. കേക്കിൽ ക്രിസ്മസ് ട്രീ വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രീം കൊണ്ടുള്ള ക്രിസ്മസ് ട്രീ തന്നെ പലതരം ഉണ്ടല്ലോ. അതിലേതാണ് കൺഫ്യൂഷൻ ആയപ്പോഴാണ് യൂട്യൂബിൽ കണ്ട ലീഫ് നോസിൽ വെച്ചിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ കണ്ടത്. അത് ഏതായാലും പാളിയില്ല, കുറച്ച് ഭംഗിയായിട്ടാണ് ചെയ്യാൻ പറ്റിയിട്ട്. അത് ക്രിസ്മസ് ട്രീയുടെ തടി ഇങ്ങനെയൊക്കെയാണോ എന്തോ. പിന്നെ ലീവ്സ് തിക്നെസ് പോരാന്ന് തോന്നിയപ്പോൾ ഒരു ലെയറും കൂടി മുകളിലേക്ക് വരച്ചു കൊടുത്തു. പിന്നെ ഈ പരിപാടിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, ക്ഷമിച്ചേക്കണേ. ഇതിന് ഒരുപാട് പോരാമലുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം കേട്ടോ. ഇനിയിപ്പോൾ കുഴപ്പം തോന്നുന്നില്ലെങ്കിലും വഴിയേ തോന്നും കണ്ടോട്ടോ. ഈ ബോർഡർ ഡിസൈൻ ചെയ്യുന്നവരെ എല്ലാം എനിക്ക് ഓക്കെ ആയിരുന്നു, ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഈ ക്രിസ്മസ് തീമിൽ വേറെ എന്തൊക്കെ ഡിസൈൻ കൊടുക്കാമെന്ന് കുറേ ആലോചിച്ച യൂട്യൂബിലൊക്കെ നോക്കിയെങ്കിലും എൻ്റെ കയ്യിൽ നിൽക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ വരച്ചതൊക്കെ എന്താണെന്ന് ചോദിക്കരുത്, എനിക്ക് അറിയത്തില്ല. എന്നാൽ ഇപ്പോഴും കുറച്ചെങ്കിലും വൃത്തി ഉണ്ടെന്ന് തോന്നി. പക്ഷേ എൻ്റെ കാര്യമല്ലേ, അവിടെ നിർത്തൂലല്ലോ. ഇനി അങ്ങോട്ട് കേക്ക് അലങ്കോലായതിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി. ആ കുളമാക്കുന്നത് മൊത്തം കാണിച്ച് വെറുപ്പിക്കുന്നില്ല, വേഗം ഫൈനൽ ലുക്ക് കാണിക്കാട്ടോ. കേക്കിൽ മോറിയ ക്രിസ്മസ് എഴുതാനുണ്ടായിരുന്നു, അതും കൂടെ എഴുതിയിട്ട് ലുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് അലങ്കോലായിട്ടല്ലേ. കുറച്ച് സങ്കടമായെങ്കിലും ഞാൻ ആ കേക്കടെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഫോട്ടോ പ്രിന്റ് കേക്കിലൊക്കെയാണ്. പിന്നെ പ്രിന്റിന്റെ മേളിൽ ബോർഡ് ഡിസൈൻ ചെയ്യുമ്പോൾ ക്രീം അതിൽ പിടിക്കാൻ ഗതിയാടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത്തവണ കുറച്ചേറെ ഗതിയാടായിരുന്നേ, എങ്കിലും നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റിട്ടോ. പിന്നെ 2 ബട്ടർഫ്ലൈയും കൂടി വെച്ച് കൊടുത്തിട്ട് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഇഷ്ടമായെന്ന് പറയാൻ മറക്കല്ലേ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് 3 പ്ലം കേക്ക് കൂടെ ചെയ്യാനുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.